അടിപൊളി എക്സിബിഷനിൽ പാവപ്പെട്ട ആന്റി കാർ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതിന് ആന്റിക്കാർ എന്നല്ല പറയേണ്ടത്, ഇരുമ്പ് വെട്ടിന്നാ. തള്ളിയാ മാത്രം ഓടുന്ന ഇരുമ്പ് വെട്ടി. എടാ പിള്ളേരെ, 1942 ബെസ്റ്റ് മോഡൽ വണ്ടിയാ. ആ കാറ് കൊടുത്തിട്ട് ഒരു സൈക്കിൾ മേടിച്ച് ഓടിക്കുന്നീ. അല്ലെങ്കിൽ നിന്നെ പോലുള്ളമാര് സൈക്കിളിന് മുകളിൽ ഒന്നും തന്നെ ആലോചിക്കില്ലല്ലോ. എടാ നീ വെറുതെ സ്മാർട്ട് ആവാൻ വേണ്ടി വിചാരിക്കല്ലേ. എന്റെ കയ്യിലും ഒരു വലിയ ആന്റിക് പെട്ടിയുണ്ട്. ഈ എക്സിബിഷനിൽ ഞങ്ങൾ അതായിരിക്കും വെക്കുന്നത്. കാലവർഷത്തിലാണ് കുളത്തിലും കിണറിലും വെള്ളം കൂടുതലായി പൊങ്ങുന്നത്. നോക്ക്, എക്സിബിഷനിൽ വെക്കാൻ എനിക്ക് എന്താ കിട്ടിയെന്ന്. എക്സിബിഷനിൽ ഈ നാണയമാണോ വെക്കുന്നേ? ഖന്നാ സാറിന് ഒന്നില്ലെങ്കിൽ ഒരു നോട്ടെങ്കിലും എടുത്ത് വെച്ചൂടെ? എടാ കഴുതേ, ഇത് ആന്റിക് നാണയമാണ്. സംശയമുണ്ടോ? കൊറോണ തടയാനുള്ള മാർഗം മുൻകരുതൽ മാത്രമാണ്. ഈ നാണയം 500 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. അടികൈ അപ്പൊ മിക്കവാറും ഇത് കേടായി പോയി കാണണമല്ലോ. എടാ അതെന്താ പഴവും മറ്റുമാണോ പെട്ടെന്ന് കേടായി പോകാൻ? ഈ നാണയം ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു. 500 വർഷം പഴക്കമുള്ള നാണയം. എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും പഴയ പ്രതികാരം ഞാൻ വീട്ടിയിരിക്കും. ഈ നാണയത്തിന് മഹാമന്ത്രി ഖനേലാലിന് മാത്രമാണ് അവകാശം. മഹാരാജാവ് ഗണേന്ദ്രൻ, മഹാറാണി ഭൂൽമതിയുടെ 500 വർഷം പഴക്കമുള്ള ഈ നാണയം ഞാൻ സ്വന്തമാക്കിയിരിക്കും, ഉറപ്പ്. ഈ നാണയം ഞാൻ ഇതിനു മുമ്പ് എവിടെ കണ്ടിട്ടുണ്ടല്ലോ. സേനാപതി സണ്ണി സിംഗ്, ആ നാണയം 500 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കയ്യിലാണ് താങ്കൾ കണ്ടത്. ബണ്ണി ഇതാ ബോധം കെട്ട് വീണു. ഇത്രയും അമൂല്യമായ നാണയം ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടാ കണ്ടപ്പോ തന്നെ ബോധം കെട്ട് വീണു. പഞ്ചപാവം. ഇവനെ എത്രയും പെട്ടെന്ന് ഡോക്ടർ ബാലുവിന്റെ അടുത്ത് എത്തിക്കണം. അത് ശരി, ഈ ജന്മത്തിൽ ഈ 4 പേര് ഉറ്റ സുഹൃത്തുക്കളാണോ? 500 വർഷങ്ങൾക്ക് മുമ്പ് ഈ 4 പേർക്ക് ഞാൻ ആ നാണയം കൈവശപ്പെടുത്തുന്നതെന്നും എന്നെ തടയാനായില്ല. ഇനി ഒരിക്കലും ഇവർക്ക് എന്നെ തടയാനാവില്ല. എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും പകരം ഞാൻ വീട്ടിയിരിക്കും, സത്യം, അതുറപ്പ്. ഇവിടെ ഒരു അതിന് ഞാൻ പറഞ്ഞു കേൾക്കാനായിട്ട് ഇവിടെ ആരും തന്നെ ഇല്ലല്ലോ. ഇവിടെ ഒരു നിങ്ങളുടെ തലയെന്ന ഗോഡൌണിനകത്ത് ചെളി നിറഞ്ഞിരിക്കുകയാണോ? ഇത് നിങ്ങൾക്ക് ഉറങ്ങാനുള്ള സ്ഥലമാണെന്ന് കരുതിയോ? ഇവനെ എഴുന്നേൽപ്പിക്ക്, അല്ലെങ്കിൽ ഞാൻ എല്ലാവരുടെയും കൈയും കാലും കൂട്ടിക്കെട്ടി റെയിൽവേ ട്രാക്കിൽ കൊണ്ടിടും. ഇവ ഉറങ്ങിയൊന്നുമല്ല, ബോധം കെട്ട് വീണതാണ്. രക്ഷിക്കണം ബാലു ഡോക്ടറെ. ഓ, ഇവൻ ഉറക്കമെന്ന കിടക്കയിലേക്ക് പോകാനുള്ള കാരണമെന്ന കട്ടിലിനെ കുറിച്ച് പറയൂ. ഇവനൊരു നാണയം കണ്ടിട്ടാ ബോധം കെട്ടി വീണത്. ആ, വിചിത്രമായിരിക്കുന്നു. ആളുകൾ കാശ് നിറച്ച ബാഗ് കണ്ടാൽ ബോധം കെട്ടി വീഴുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നാണയം കണ്ട് ബോധം കെട്ടി വീഴുമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഓ എന്റെ ഡോക്ടറെ, അത് വെറും ഒരു നാണയമല്ല. 500 വർഷത്തെ പഴക്കം ഉണ്ടാ നാണയത്തിന്. സംശയമുണ്ടോ? അത് ശരി, എന്നാ പിന്നെ ആദ്യം ആ നാണയം കാണാം. എന്നിട്ട് കണ്ണിന്റെ സ്കാനർ വെച്ച് ചെക്ക് ചെയ്യാം. എന്നിട്ട് എന്റെ മനസ്സിന്റെ ചെപ്പ് തുറന്ന് സംശയമെന്ന മഞ്ചാടിക്കുരു താഴേക്ക് വാരി വിതറിയിടാം. മഹാറാണി ഭൂൽപതി, ഞാൻ ആ നാണയം ഉറപ്പായിട്ട് കൊണ്ടുവരും. ഇല്ല, ഞാൻ ഹരിയാലയിൽ ഒന്നും നടക്കാൻ സമ്മതിക്കില്ല. ഇവരെന്താണ് ഈ പറയുന്നത്? മഹാറാണി ഭൂൽമതി, ഗണേന്ദ്രൻ, സണ്ണി സിംഗ്, ഇവരൊക്കെ ആരാണ്? എനിക്കറിയില്ല. പക്ഷേ എനിക്കറിയാം, ഞാൻ ഡോക്ടറാണ്. ആ നാണയം കണ്ടിട്ട് ഇവന്റെ മനസ്സെന്ന വാതിലിൽ പഴയകാല ഓർമ്മകളുടെ കാറ്റ് വന്ന് മുട്ടുകയാണ്. അതെ, ആ നാണയം കണ്ടതിന് ശേഷം എന്റെ മനസ്സിൽ വിചിത്രമായ വസ്തുക്കൾ വന്നു തുടങ്ങി. അതായത് പ്രതിമ, കൊട്ടാരം. നാണയം കാണുന്നതിന് മുമ്പ് നിന്റെ മനസ്സിൽ പ്രതിമയും കൊട്ടാരൊന്നും ഉണ്ടായിരുന്നില്ലേ? ഇത് തലച്ചോറിന്റെ പ്രശ്നമാണ് ഹണി. എനിക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ചില സമയങ്ങളിൽ ചില സാധനങ്ങൾ കണ്ടാൽ മുമ്പ് ഇത് എവിടെയോ കണ്ടതായി നമുക്ക് തോന്നും. അതായത് പുനർജന്മം. അല്ല, ചില സമയങ്ങളിൽ തലച്ചോറാകെ ചൂട് പിടിക്കാറുണ്ട്. അപ്പോൾ പ്രഷർ ഉണ്ടാവും. ആ സമയത്ത് തലച്ചോറ് ഇതുപോലെ റിയാക്ട് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതായത് ബണ്ണിയുടെ തലയ്ക്ക് നല്ല സുഖമില്ലെന്നാണോ പറയുന്നത്?
ഇവിടെ വരൂ. ഞാനെപ്പോഴാ അങ്ങനെ പറഞ്ഞത്? നിന്റെ തലച്ചോറിലെ മണ്ടത്തരം എന്ന പൈപ്പ് പൂട്ടിവെക്ക്. ഇത് ചെറിയൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ അതിനുള്ള മരുന്ന് തരാം. ഇവൻ ശരിയായിക്കോളും. നീ ഇപ്പൊ ഈ മരുന്ന് കഴിക്കൂ, എന്നിട്ട് പോയി വിശ്രമിക്കൂ. എന്താ പറ്റിയത്? ബണ്ണിക്ക് തലകറക്കം വന്നു. പിന്നീട് അവൻ ബോധം കെട്ട് വീണു മാഡം. ഓ കുട്ടികളെ, ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് വെയിലത്ത് കളിക്കാൻ പോകരുതെന്ന്. ഓ ഇവൻ തണലത്ത് വെച്ച് തന്നെ ബോധം കെട്ട് വീണത്. പക്ഷെ ഇനി ബോധം കെടാതിരിക്കാനുള്ള മരുന്ന് ഡോക്ടർ ബാലു തന്നിട്ടുണ്ട്. ഓ, എന്റെ ചക്കരേ. മരുന്ന് കഴിച്ചിട്ട് കുറച്ചു നേരം വിശ്രമിക്കേ. നോക്കൂ ചോരിദാർ, ഞാൻ ഓഫീസിൽ പോവുകയാണ്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ ഉടനെ എന്നെ വിളിക്കണം. മഹാറാണി പൂൽമതി,